Hello everyone, welcome to the crash course for CBSE Term 1 for the class 10. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന Introduction to Trigonometry എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ കേസ് സ്റ്റഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. Sky sails is the genre of engineering science that uses extensive utilization of wind energy to move a vessel in the seawater. The sky sails technology allows the towing kite to gain a height of anything between 100 meter to 300 meter. The sailing kite is made in such a way that it can be raised to its proper elevation and then brought back with the help of a telescopic mast that enables the kite to be raised properly and effectively. അപ്പോൾ ഒരു സ്കൈ സെയിൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ അറിയേണ്ടത് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഈ ട്രയാങ്കിളിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, സി ഈ ട്രയാങ്കിൾ, അതായത് ഈ റോപ്പ്, ഈ ഹൈറ്റ് എത്രയായിരിക്കും, ഈ ലെങ്ത് എത്രയായിരിക്കും, ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററോടനുബന്ധിച്ച് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. In the given figure, if tan theta equals cot 30 plus theta, where theta and 30 plus theta are acute angles, then the value of theta. തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സി, അപ്പോൾ ഇവിടെ നമുക്ക് ടാൻ തീറ്റ എന്ന് പറയുന്നത് tan theta is equal to cot of 30 degree plus theta എന്ന് തന്നിട്ടുണ്ട് അല്ലേ. കോട്ടിന് ടാൻ ആക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ടാൻ ഓഫ് 90 മൈനസ് 30 ഡിഗ്രി പ്ലസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം അല്ലേ. സോ ഇവിടെ എന്ത് കിട്ടും? ടാൻ ഓഫ് 90 മൈനസ് 30 എന്ന് പറയുന്നത് 60 ആണ്, മൈനസ് തീറ്റ. സോ 60 ഡിഗ്രി മൈനസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് ഈ ആംഗിൾസ് കമ്പയർ ചെയ്യാം. സോ തീറ്റ ഈക്വൽസ് 60 ഡിഗ്രി മൈനസ് തീറ്റയാണ്. ദാറ്റ് മീൻസ് 2 തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. സോ നമുക്ക് എന്ത് കിട്ടും? തീറ്റ എന്ന് പറയുന്നത് 60/2 ആണ്, അതായത് 30 ഡിഗ്രിയാണ്. സോ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് ടാൻ 30 ഇൻറ്റു കോട്ട് 60 ഡിഗ്രി എസ്. സോ ടാൻ 30യുടെ വാല്യൂ എത്രയാണ്? ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ് അല്ലേ. ആൻഡ് കോട്ട് 60 എന്ന് പറയണതോ, കോട്ട് 60 എന്ന് പറയണതോ അതും 1/√3 ആണ്. സോ ടാൻ 30 ഡിഗ്രി ഇൻറ്റു കോട്ട് 60 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ 30 ഡിഗ്രി ഇൻറ്റു കോട്ട് 60 ഡിഗ്രി ഇസ് ഈക്വൽ ടു 1/√3 ഇൻറ്റു 1/√3, അതായത് 1/3. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി റോപ്പ്? സോ ഈ റോപ്പിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. In order to pull the ship at the angle of theta and be at a vertical height of 200 meter. So ഈ എ ബി എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ആൻഡ് ഈ ആംഗിൾ നമ്മൾ 30 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചു അല്ലേ. സോ നമുക്ക് നോക്കാം. സൈൻ 30 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് എ ബി ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഹൈപ്പോട്ട്ന്യൂസ് ആണ് നമ്മുടെ റോപ്പിൻ്റെ ലെങ്ത് അല്ലേ. സോ എ ബി എന്ന് പറയുന്നത് 200 ആണ്. സോ 200 ബൈ റോപ്പിൻ്റെ ലെങ്ത്. സൈൻ 30 എത്രയാണ്? 1/2 ആണ് അല്ലേ. സോ നമുക്കിത് 1/2നോട് ഇക്വേറ്റ് ചെയ്യാം. സോ 1/2 ഇസ് ഈക്വൽ ടു 200 ബൈ റോപ്പ് ലെങ്ത്. സോ റോപ്പ് ലെങ്ത് എത്ര കിട്ടും? റോപ്പ് ലെങ്ത് ഈക്വൽ ടു 200 into 2, that is 400. So 400 meter ആണ് നമ്മുടെ റോപ്പിൻ്റെ ലെങ്ത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് കോസ് എ ഈക്വൽസ് 1/2, then the value of cot square a minus 1. So cos a ഈക്വൽസ് 1/2 ആണ്. കോസ് എ 1/2 ആണെങ്കിൽ എ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അതായത് നമുക്കറിയാം cos 60
ഡിഗ്രി ഈസ് 1/2 ആണ് അല്ലേ. സോ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇനി അപ്പം നമുക്ക് എന്ത് കിട്ടി? 9 cot square 60 ഡിഗ്രി മൈനസ് 1 അല്ലേ. 9 cot square 60 ഡിഗ്രി മൈനസ് 1. സോ 9 ടൈംസ് cot square 60 എന്ന് പറയുന്നത് എത്രയാണ്? cot square 60 എന്ന് പറയുന്നത് 1/, അതായത് cot 60 എന്ന് പറയുന്നത് cot 60 is equal to 1/√3 ആണ്. ഓക്കെ, സോ നമ്മളതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/√3 the whole square minus 1. So 9 into 1/3 minus 1. So that is 3 minus 1. So the answer is 2. So option C ആണ് നമ്മുടെ correct answer. Clear? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In the given figure, the value of sin C plus cos A. Sin C plus cos A. Sin C എന്താണ്? Sin C എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്, അതായത് എ ബി ബൈ ഹൈപ്പർട്യൂസ് ആണ്. എ ബി ബൈ ഹൈപ്പർട്യൂസ്, അതായത് എ സി അല്ലേ. അതേപോലെ കോസ് എ എന്താണ്? കോസ് എ ഈക്വൽസ് അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ കോസ് എൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ ബി തന്നെയാണ്. സോ എ ബി അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർട്യൂസ്. സോ രണ്ടും കോസ് എയും സൈൻ സിയും ഈക്വൽ ആണ് അല്ലേ. എ ബി ബൈ എ സി ആണ്. സോ സൈൻ സി പ്ലസ് കോസ് എ is equal to AB by AC plus AB by AC. അതായത് 2 times AB by AC. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. 2 times AB എത്രയാണ്? 200 മീറ്റർ ആണ് അല്ലേ. ആൻഡ് എ സി എന്ന് പറയുന്നത് 400 മീറ്ററുമാണ്. സോ നമുക്ക് എന്ത് കിട്ടും? 1. സോ എ, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, വിത്ത് ദിസ് നമ്മുടെ ഈ കേസ് സ്റ്റഡി അവസാനിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കേസ് സ്റ്റഡി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.